നമസ്കാരം. ജി സുധാകരനെ വിടാതെ പിന്തുടർന്ന മാധ്യമങ്ങൾ എന്നും അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തും വീട്ടിന്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ CCTVകളുടെ ക്യാമറകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു സുധാകര രാഷ്ട്രീയം. ഇനിയിപ്പോൾ CPM-ൽ നിന്ന് വിട്ടുപോകുന്നതിനെ കുറിച്ച് സുധാകര കവി ഒരു കവിത കൂടി ചിലപ്പോൾ എഴുതിയേക്കാം. ഇന്നലെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് പോസ്റ്റർ ഒട്ടിച്ചു. ഒപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് പരാമർശിക്കുകയും ചെയ്തു. ഈ CPM-കാർക്ക് ഇത്തരം പരാമർശങ്ങളൊന്നും പുത്തരിയല്ല. പ്രത്യേകിച്ചും പിണറായി വിജയന് കുലംകുത്തി, വർഗവഞ്ചകൻ, നികൃഷ്ടജീവി തുടങ്ങിയ പദപ്രയോഗങ്ങൾ, പരമനാറി തുടങ്ങിയ പദപ്രയോഗങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പം സജി ചെറിയാൻ ഇത്തരത്തിൽ വർഗവഞ്ചകൻ എന്ന് വിളിച്ചതിൽ സുധാകരൻ അതിശക്തമായി പ്രതികരിച്ചു. ചുമന്ന കൊടി പിടിക്കുന്നവനൊന്നും കമ്മ്യൂണിസ്റ്റ് ആകില്ല. ചുമന്ന കൊടി ഇവനൊക്കെ പിടിച്ച് പാർട്ടിയെ ഈ പരുവത്തിലാക്കി, തകർന്ന് തരിപ്പണമായി. ചുവന്ന കൊടി പിടിക്കുന്നവനൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ല. പാർട്ടിയെ, പ്രത്യേകിച്ചും ആലപ്പുഴയിലും കണ്ണൂരിലും ഒക്കെ പാർട്ടിയെ തകർക്കുന്നതിൽ പലരും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. മാത്രമല്ല, MA ബേബി പരാമർശം നടത്തിയതിനെ കുറിച്ച് MA ബേബി പറഞ്ഞത് സുധാകരനുമായിട്ട് ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല, അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം എന്ന വളരെ മര്യാദാപൂർവ്വമുള്ള ഒരു മറുപടിയാണ് ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയത്. എന്നാൽ സജി ചെറിയാൻ ഇദ്ദേഹത്തോടുള്ള എല്ലാ വിരോധങ്ങളും തീർത്തുകൊണ്ട് വർഗവഞ്ചകൻ, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഉറച്ച ശബ്ദത്തിൽ വർഗവഞ്ചകനാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത് എന്നാണ് സുധാകരൻ പറയുന്നത്. നമ്മളൊക്കെ അത് കേട്ടതുമാണ്. സുധാകരൻ പോയത് തീർച്ചയായിട്ടും ആലപ്പുഴയിലായാലും അമ്പലപ്പുഴയിലായാലും CPM-ന് അതിശക്തമായ തിരിച്ചടിയാണ്. കാര്യം, ആലപ്പുഴയിലൊക്കെ തന്നെ വലിയ വേരോട്ടം CPM-ന് ഉണ്ട് എങ്കിലും ആലപ്പുഴയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ, ആലപ്പുഴയിൽ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്നതിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള പിന്തുണ, ജനപിന്തുണ, പാർട്ടി പിന്തുണയല്ല, അല്ലെങ്കിൽ പാർട്ടി അണികളുടെ പിന്തുണയല്ല, ജനപിന്തുണ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ജി സുധാകരൻ എന്ന അഴിമതിരഹിതനായ നേതാവ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്യാം. വലിയ വില കൊടുക്കേണ്ടി വരും CPM. വർഗവഞ്ചകനെന്നോ കുലംകുത്തിയെന്നോ നികൃഷ്ടജീവിയെന്നോ പരമനാറിയെന്നോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മാധ്യമങ്ങൾ പല കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ വളരെ മാന്യമായി, വളരെ ഉറച്ച ശബ്ദത്തിൽ, കൃത്യമായി, ആശങ്കകളില്ലാതെയാണ് സുധാകരൻ മറുപടി പറയുന്നത്. യഥാർത്ഥ വർഗവഞ്ചകൻ ആരാണ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയിൽ അദ്ദേഹത്തെ പരിഗണിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് എളമരം കരീമിന്റെ റിപ്പോർട്ടൊക്കെയുണ്ട്. അത് സുധാകരന് പ്രതികൂലമായി മനഃപൂർവ്വം ഉണ്ടാക്കിച്ചത് തന്നെയാണ്. എളമരം കരീം ആരാണ്? ജഡ്ജിയാണോ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും വിലയിരുത്താനും ഒക്കെ? പാർട്ടി ഇന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ആ രീതിയിൽ അയാൾ ഉണ്ടാക്കിയ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ സുധാകരന്റെ അസാന്നിധ്യം, അല്ലെങ്കിൽ സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരിച്ചടി CPM-ന് ഉണ്ടാകും. CPM തകർന്ന് തരിപ്പണമാകും. യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. ആലപ്പുഴയിലെ സഖാക്കൾ ഒന്നടങ്കം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സഖാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സുധാകരനെ അനുകൂലിക്കുന്നവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ പുറത്തു വരുന്നത്. വർഗവഞ്ചകൻ ആരാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടിയൊന്നും വരികയുമില്ല. അതിന് മുമ്പേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് പോസ്റ്റർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുകയോ ഒക്കെ ചെയ്താലും ജി സുധാകരന് വെറും തൃണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് തന്റെ ഇടമുള്ള, ഉശിരുള്ള, ചങ്കൂറ്റമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരന് അദ്ദേഹത്തിന്റെ നിലപാടുകളോടും അദ്ദേഹത്തിന്റെ പ്രവർത്തികളോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തോടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോടും ഒക്കെ തന്നെ വളരെയധികം അതിനൊക്കെ തന്നെ പിന്തുണ കൊടുത്ത ഒരു മാധ്യമമാണ് DNA ന്യൂസ്. കാരണം അദ്ദേഹം ജനകീയമായ, നാടിന് ഗുണകരമായ രീതിയിലുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തി പരിചയമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കും ഉത്തമ ബോധ്യമുണ്ട്.